ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടിയതിൻ്റെ ഫലമായി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലുള്ള വർധനവാണ്. എന്താ വർധനവ്! അതിലേക്ക് അതിനു മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. $2,715 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില പ്ലസ് $47 വർധനവിലൂടെ ഒരു ഔൺസിന് അത്രമാത്രം വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് കേരളത്തിലെ സ്വർണ്ണവില പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, 57,800 രൂപയാണ്. ഈ 57,800 രൂപയോട് കൂടി ഇന്ന് ചില്ലറ അല്ല, ഞാൻ ഉച്ചയ്ക്ക് ഒരു പൈസ പറയും, വൈകുന്നേരം പൈസ പറയും, രാത്രി പൈസ പറയും. ഇതിപ്പോൾ രാവിലെ ആയപ്പോഴേക്ക് സ്വർണ്ണവില കൂടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 640 രൂപ ഇന്ന് കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് 2 ദിവസത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടിയതാണ് ഇതിന് കാരണം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിലാണ് റഷ്യ ഉക്രൈൻ ഭാഗത്ത് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് സ്വർണ്ണവില ഉള്ളത്. ഇനി ട്രംപ് ആയിക്കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് വന്ന സ്വർണ്ണവില ഇടിയും. അല്ലാതെ ഈ പ്രശ്നം എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇനിയും ഉയരും. ഇപ്പോൾ ഉള്ള സാഹചര്യം എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അതുകൊണ്ട് ട്രംപിൻ്റെ അടുത്തു നിന്നും പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വരാത്തത് കൊണ്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് നെക്സ്റ്റ് വീക്കിലും ഇപ്പോൾ ഉള്ള ഈ സ്റ്റേജിൽ സ്വർണ്ണവില ഇനിയും കൂടാനാണ് സാധ്യത. സ്ലൈറ്റ് നെഗറ്റീവ്നെസ് കുറച്ചൊക്കെ വന്നാലും ഈ ടെൻഷൻ ഇനിയും വലിയ രീതിയിലുള്ള പുതിയ ടൈപ്പ് മിസൈലുകളൊക്കെ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുക ചെയ്താൽ, അല്ലെങ്കിൽ എംബസിക്ക് നേരെ അറ്റാക്ക് വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് അറ്റാക്ക് പോയി കഴിഞ്ഞാൽ ഇനി റഷ്യയിലേക്ക് തന്നെ വേറെ ഫോറിൻ രാഷ്ട്രത്തിൻ്റെ ലോങ് റേഞ്ച് വെപ്പൺസ് US-ൻ്റെയോ ഫ്രാൻസിൻ്റെയോ UK-യുടേതും അമേരിക്കയുടെയും ഉപയോഗിച്ചു. സ്റ്റോം ഷോഡ് ആയാലും ATACMS ആയാലും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ച് ഉയരാൻ തന്നെയാണ് ഇനിയും സാധ്യത എന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത്. ഇതിപ്പോൾ ഹയർ റേഞ്ചിലേക്കായി മാറി വീണ്ടും. അതായത് ഒരു ബാരിയർ ഉണ്ടായിരുന്നു, 59,000 അവിടെ നിന്നാണ് ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതായത് 55,000 സംതിങ്ങിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വീണ്ടും 57,800 നിന്നും ഈ 640 രൂപ ഇന്ന് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും കണ്ടില്ലേ നിങ്ങൾ 58.5 59 റേഞ്ചിലേക്ക് പോകുകയാണ്. അത് അടുത്ത ലെവൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലേക്ക് ഗോൾഡ് നെക്സ്റ്റ് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെയധികം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഗോൾഡിന് തകർച്ചയല്ല സംഭവിക്കുന്നത്, ഓരോ പ്രാവശ്യവും ഓരോ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാണ്. എവിടെ നിന്നാണോ ഉയർന്നത് അവിടേക്ക് താഴാതെ സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് ലോങ് ടേമിലേക്ക് ഹയർ നമ്പറിലേക്ക് പോകുന്ന നമ്മൾ പണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. പണ്ട് ഞാൻ വീഡിയോ ചെയ്ത ഈ സ്ഥലത്ത് ഓപ്പൺ ടെറസ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ റൂമായിട്ടുണ്ട്, അല്ല എക്കോ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഗോൾഡ് അങ്ങനെ കപ്പ് ആൻഡ് ഹാൻഡിൽ മൂവ്മെൻറ്റോടുകൂടി ഗോൾഡ് $3,000 ലക്ഷ്യം വെച്ച് പോകുക തന്നെയാണെന്ന് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണും. ഇത് 3,000 അല്ല, ഇത് ലോങ് ടേമിലേക്ക് $6,000-10,000 പോകുന്ന രീതിയിലേക്ക് പ്രഷ്യസ് മെറ്റലിൻ്റെ ഡിമാൻഡ്, യെല്ലോ മെറ്റലിൻ്റെ സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നൽകും. അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.